പാണ്ടിക്കാട് കുഞ്ഞാനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, ആ ഞെറുക്കെടുപ്പിന്റെ കളി, അത് ഭയങ്കര ചതിയായി പോയിട്ടോ. സംഭവം അത് അവിടെ നടന്നതൊരു നെറുക്കെടുപ്പല്ല, ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. കാരണം എവിടെയാണോ ഈ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച സാധനം അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ ഒട്ടിച്ച് വെച്ചിരുന്നത്, അത് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് വ്യക്തമായിട്ട് ബുദ്ധിയുള്ള മലയാളികൾക്ക് മനസ്സിലാവും. പക്ഷെ എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞാനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ സ്നാങ്ങും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഈ കാണിച്ചതിൽ തെറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മലയാളികൾക്ക് മാപ്പ് പറയേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഈ ഞെറുക്ക് വീണ ഒരാളുണ്ടോ, വീട് കിട്ടിയ ആൾ, അപ്പോൾ ഈ അതായത് തിരഞ്ഞെടുത്ത് കൊടുത്ത ആ വീട് കിട്ടിയ ആൾ, അയാൾ ഈ മനുഷ്യത്വത്തിന്റെ പേരിലാണെന്ന് തോന്നുന്നു വീട് തിരിച്ച് ഈ ഓണർക്ക് തിരിച്ചു കൊടുക്കണം. അതിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അയാൾക്ക് ഈ ഞെറുക്കെടുപ്പിലൂടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. അയാളെ ബാധ്യതയൊക്കെ തീർത്ത് പുതിയൊരു വീടൊക്കെ വെച്ച് താമസിക്കേണ്ട എമൗണ്ട് എന്തായാലും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഞെറുക്കെടുപ്പിൽ പങ്കെടുത്ത ആയിരങ്ങളിൽ ചിലരുണ്ടാവും ഒരു വീടില്ലാത്ത, അല്ലെങ്കിൽ വീട് വെക്കണമെന്ന് ആ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന, വീട് വെക്കാൻ ഗതിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർക്കാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വീട് കിട്ടിയ ആൾ മനുഷ്യത്തിന്റെ പേരിൽ ഈ വീട് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ ഒരു ജനകീയ സപ്പോർട്ട് കിട്ടിയാണ്. പക്ഷേ ഇത് അങ്ങനെ ചെയ്യാതെ ഇയാൾക്ക് തന്നെ വീട് തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പക്ക ഉടായ്പാണെന്ന്.